ആര് കഴിവുന്നു? ബംഗാളി ബംഗാളി. ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വീണ്ടും പഴയ പോലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്ത് പോകാൻ പുതിയൊരാൾ കൂടി ഉണ്ട്. അച്ഛനുണ്ട് കൂടെ. അച്ഛനിപ്പോൾ നമ്മളോട് ആദ്യമായിട്ടാണല്ലേ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നത്. നടക്കുക, നല്ല ചൂടുണ്ട്. പുറത്തിറങ്ങിയപ്പോൾ നല്ല ചൂട്. ചൂട് മാത്രമല്ല, ഇത് വെട്ടുകല്ലെടുത്ത് നല്ല വെയിറ്റും ഉണ്ട്. അമ്മേ നടു വാസുകയും കാട്ടി വെയിറ്റ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വന്നു. ബസ് സ്റ്റാൻഡിലോട്ട് പോയില്ല, നമ്മളിവിടെ വഴി നിൽക്കുകയാണ്. നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഇവിടെ ഒരു തള്ളത്തൊതുക്കി നിൽക്കുകയാണ്. ഇവിടെ ബസ് നിർത്തുന്നതാണ് പറയുന്നത്. തലയടിക്കും ബസ്. ഊണ് കഴിക്കാം. അയ്യോ വാസുക്കി ചോറൊക്കെ കഴിച്ച് നമ്മൾ പറശ്ശിനി മടപ്പുര ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ പടവുകൾ ഇറങ്ങാൻ പോകുന്നു. സമയം 2 മണിയായി. മുത്തപ്പൻ്റെ കൂട്ടുകാർ നടക്കിടപ്പുണ്ട്. നമ്മുടെ റൂമിന് തൊട്ട് പുറത്ത് കണ്ട ഒരു കുരുവിയല്ല, എന്താ സംഭവം? ആ കുരുവി കുഞ്ഞ് കണ്ട ഫോട്ടോ എടുക്കുന്നു, ഫുഡ് കൊടുക്കുന്നു, ആഹാരം കൊടുക്കുന്നു. കട്ടന്റെ മേളിലായിരിക്കും സംഭവം. നമ്മളെ കുരുവി. ഇതാണ് നമ്മുടെ റൂം 108, 107. റൂമിന്റെ വിവരങ്ങൾ പിന്നെ അറിയാൻ വന്നോടെ നമ്മൾ കിടന്നുറങ്ങി. കിളി കൊള്ളാം. അപ്പോൾ നമ്മളെ റൂമിൽ നിന്ന് ഇറങ്ങി മുത്തപ്പ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് റൂം. ഇവിടെ വന്നപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഓണർ നമുക്കൊരു സഹായം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അദ്ദേഹം നമുക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു തരും. അകത്ത് ചെറിയൊരു നേർച്ച ഉണ്ടല്ലോ ജ്യോതിക്ക്. എന്താണ് നേർച്ച? ആ ഈ വാ, ബോട്ട്, ഹൗസ് ബോട്ടാ. വാ വാ വാ. മൊത്തം ഇവിടുത്തെ നേർച്ചക്കായ ചായ, വട്ടച്ചായ. പുരുഷന്മാർ ഒരു വരിയിൽ, സ്ത്രീകൾ അടുത്ത വരിയിൽ ഇരിക്കണം. ഇതിവിടുത്തെ പ്രസാദമാണ്. ചായയും തേങ്ങ കഴിഞ്ഞിട്ടും പയറാവിച്ചത്. ഇതാണോ കഴിക്കണം? അതിന് മൊത്തം കോപിക്കും. തറയിടരുത് പ്രസാദം. മൊത്തം തറയിടപ്പുണ്ട്. ഇഷ്ടമാണ് തറയിടുന്നത് ഒഴിച്ച് മൊത്തം തറയിടയാണ്. പ്രസാദം എത്ര ഓണം കാര്യം കേട്ടോ. അതിൽ 2ാം തവണ ചായ വീണ്ടും പഠിച്ചു. ഉണ്ടയ്ക്കൊരു ഗിരിരിപ്പ്, അതുകൊണ്ട് കൂടുതൽ ചായ, വാട്ടച്ചായ. അത് വെള്ളം കൂടുതലാണ്, പാലില്ല. എന്തിനാണ് വന്നതെന്ന് പറഞ്ഞില്ല. നടത്താനായിട്ട് വന്ന് ഇന്ന് വൈകിട്ടാണ് അതിൻ്റെ നടത്തുന്നത്. അതിനായിട്ട് വന്ന് ഇപ്പം പ്രസാദം കഴിച്ചു. പ്രസാദം പയർ ചായ. അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ ഒരു വെള്ളാട്ടം ജ്യോതിയുടെ വകയാണ്. ആസ്വദിക്ക് വേണ്ടി ഉറങ്ങാത്ത കുട്ടി, റബ്ബർ പാൽ പിടിച്ച് വളർന്ന കുട്ടി. ഇവിടെ റബ്ബർ പാലാണ് കുടിക്കുന്നത് കേട്ടോ. റബ്ബർ പാല് അങ്ങനെ കുടിക്കുന്നത് വീട്ടിൽ.
ഭയങ്കര തിരക്കായിരുന്നു, നല്ല തിരക്കായിരുന്നു. ഇവിടെ കാലു സ്ഥലമല്ലായിരുന്നു അല്ല. ആ വരുന്നേ ക്ഷേത്രത്തിനകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്തിനാണ് ബോട്ടിങ്ങൊക്കെ കൊണ്ടിട്ടാ? ബോട്ടിങ് നമ്മളൊന്നും പോകുന്നില്ല, അതും ഒരു ലേറ്റായി. നേർച്ച ഉള്ളതുകൊണ്ട് ഇവിടെ ഇപ്പോൾ കയറണം. 6 മണിയായി, 6:30 6:50 നമുക്ക് അകത്ത് കയറണം അല്ലേ വാസു? വാസു പോയി വെള്ളത്തിൽ ഉപ്പുവെള്ളത്തിൽ വാവ വിളിച്ചപ്പോൾ സന്തോഷമായി. അവിടെ വെള്ളം പച്ചത് കിട്ടിയോ? നല്ല വെള്ളം കിട്ടിയോ? നല്ല വെള്ളം കിട്ടിയോ? എല്ലാം അഴുക്കുള്ളത് തന്നെ, കട്ടി വെള്ളം അല്ലേ അത്? ആര് കഴിവുന്നു? ബംഗാളി ബംഗാളി തള്ളിയിടല്ലേ വാസുകി? വിടാ വാസു, വസുദേവ് അത് വിട്ട്. വസുദേവ് അവിടെ പോവാം. ഇത് വലിയ പോട്ടാ വസ്തു കണ്ട, വാഷ് ബേസിൻ എല്ലാം സെറ്റും ഉണ്ട് കേട്ടോ. ഭാഗത്തോട്ട് പോവാം, വാ വാ. ഓ അങ്ങനെ മുത്തപ്പന് അനുഗ്രഹം കിട്ടിയ ഇനി അടുത്ത പരിപാടി എന്താണ്? എഴുതി വെച്ചൊന്നും വിശ്വസിക്കരുതെന്നാ പറയുന്നത്. ഇവിടെ പോലെ എൻ്റെ പേര് രതീഷ്, ഹോട്ടൽ രതീഷ്. പലജാതി സ്റ്റൈലല്ലേ ഇത്? കണ്ട ഈ കൊമ്പിലാണ് ഇരിക്കുന്നത്, ഇങ്ങനെ ഇരിക്കുക കണ്ട, ബാലൻസ് ചെയ്ത് വീഴത്തില്ല. അതാണ് നിർമ്മാണ രീതി. അങ്ങനെ കൊള്ളാം, അടിപൊളിയല്ലേ? ഇതാണ് ബുദ്ധന്മാരാ. ബാറിലാണ് പോകുന്നത് ഫുഡ് കഴിക്കാൻ. പക്ഷെ ബാറിൽ പോയി വെള്ളം അടിക്കാൻ പോകല്ല, റിസപ്ഷൻ, ഫാമിലി റിസപ്ഷൻ ഉണ്ട് ഇവിടെ, റെസ്റ്റോറൻറ്റ്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. ഫുഡ് കഴിക്കാൻ പോകുന്നു. അതിനകത്ത് കാടല്ലേ, കൊടും കാട്. കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്, നടന്നില്ല. എങ്ങനെയുണ്ട്? കഴിഞ്ഞ നമ്മൾ ഇവിടെ വന്നത് ഫുഡ് കഴിക്കാൻ. മുത്തപ്പനെ കാണാൻ എത്തിയത് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല.
സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ വിശ്വാസമില്ലാത്ത രീതിയിലാണ് ഞാൻ വന്നത്. ഈ നേർച്ച നടക്കുന്ന സമയം, അതായത് അത് ഏകദേശം ഒരു മണിക്കൂറോളം ഉണ്ട്, 3/4 മണിക്കൂറോളം ഉണ്ട്. അത് കഴിഞ്ഞ് അവസാനം ഒരു നായ വന്ന് പ്രസാദം മേടിച്ചിട്ട് അവിടെ നിൽക്കുന്നില്ല, അത് തിരിച്ച് പോവുകയും ചെയ്യും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലോട്ട് വിശ്വാസം തോന്നും. മുത്തപ്പൻ്റെ അനുഗ്രഹം മേടിച്ചു, ചോദിക്കാതെ തന്നെ വാശുവിനെ വന്ന് അനുഗ്രഹിച്ചു അദ്ദേഹം. അപ്പം ഇനി അടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ നല്ല ഒരു ബാറിലാണ് വന്നത് കേട്ടോ. അവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, കാട്ടിനകത്തിരിക്കുന്ന ഒരു ഫീലിങ്ങാണ്. ഫുൾ സിമെൻറ്റ് ചെയ്ത വർക്കാണ് കാണുന്നത് നമ്മൾ പുറകില്ല. ഓക്കെ, വാസി ഇത്ര നേരം ഉറക്കമായിരുന്നു. ഇപ്പത്തന്നെ കാണുമ്പോൾ ഉറങ്ങിയില്ലേ വാസി? ഗോബി മഞ്ചൂരിയും ചപ്പാത്തിയും ഓർഡർ ചെയ്തിട്ടുണ്ട്. വേണ്ട മതി, കറി എടുത്ത് ടേസ്റ്റ് ചെയ്തെന്ന് മറ്റേ അപ്പുറം പറ. ഗോബി മഞ്ചൂരി കുഴപ്പമില്ല, കഴിക്കല്ലേ ആസി? കഴിക്കല്ലേ ആസി? കഴിഞ്ഞാ റെഡി? ആസി അങ്ങോട്ട് ഉറക്കമായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഉലാത്തുകയാണ് അല്ലേ ആസി? ഉലാത്തുകയല്ലേ? ഇനി നമ്മൾ നേരെ റൂമിൽ പോകുന്നു, AC ഇടുന്നു, ഉറങ്ങുന്നു. റൂമിനെ കാണിച്ചില്ല, റൂം കാണിക്കാം. റൂം കൂടെ കാണിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ താമസിച്ച റൂമാണ് മയൂര റെസിഡൻസി. ഇല്ല കാണുന്ന വലശ്ശേരി കാണുന്ന മേലത്തെ റൂമാണ്, AC റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ വന്നപ്പോഴും നമ്മൾ ഇവിടെ തന്നെയാണ് താമസിച്ചത്. റൂമൊക്കെ കൊള്ളാം, നല്ല ഫ്രണ്ട്ലിയാണ്, ആളുകൾ സംസാരം എല്ലാം നീറ്റ് ആൻഡ് ക്ലിയർ ആണ്. എന്തിനുള്ളില്ല ബാത്റൂം ഉള്ളില്ലേ? ബാത്റൂം നമ്മൾ ഉറങ്ങാനല്ല വന്നത്, ബാത്റൂമിൽ കാര്യം സാധിക്കാൻ പോവാ, കിടന്ന് ഉറങ്ങണ്ടല്ലേ? വൃത്തിയുണ്ടല്ലേ, വൃത്തിയാണല്ലോ. അപ്പോൾ അവരെ ഡീറ്റെയിൽസും നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സുരേഷ് ചേട്ടൻ, പുള്ളിക്കാരൻ നമ്മളെ ഇന്നലെ വിളിച്ച് നമ്മൾക്ക് റൂമൊക്കെ ബുക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ റൂം. ഉച്ചയ്ക്ക് വന്നപ്പം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഡബിൾ ബെഡ്, AC റൂം, ഫാനുണ്ട്, ബാത്റൂം കൊള്ളാം, വൃത്തിയുണ്ട്. ചെറിയ ബാത്റൂമാണ്, കാണിക്കുന്നില്ല. അപ്പം കാണിക്കണ്ട, കുഴപ്പമില്ല. അപ്പോൾ അവസാന ഘട്ടത്തിൽ പൊരിയും കഴിച്ച്, ചോളപ്പൊരിയും കഴിച്ച് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. പിന്നെ വാച്ചിക്ക് ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ഉച്ചയ്ക്ക് വന്ന ആയ ബോളും കരച്ചിലായതുകൊണ്ടാണ് പിന്നെ വന്നപ്പോൾ തന്നെ വീഡിയോ എടുക്കാതിരുന്നത്. അപ്പോൾ വാസി ടാറ്റ പറ, ബൈ ബൈ. വാസി ടാറ്റ പറ, നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റ വാസി, ടാറ്റ വാസി, ടാറ്റ.